ഈശോ മിശിഹായ്ക്ക് നമ്മൾ ഈ പരമ്പരയുടെ ഏപ്രിൽ 28, 1947 മരിയ വാൾത്തോർത്തായിക്ക് കൊടുത്ത ഈ ഗ്രന്ഥത്തിൻ്റെ സമാപനവും അതിൽ കൂടി കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഈ രചനയിൽ കൂടി കർത്താവ് ഉദ്ദേശിക്കുന്ന 7 കാരണങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ആ കാരണങ്ങളിൽ ആദ്യത്തേത് കർത്താവ് തന്നെ പറയുന്നത്, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ബലിവസ്തുവായ എൻ്റെ കൊച്ചു ജോണിന്, കൊച്ചു ജോൺ എന്ന് പറയുന്നത് വാൾത്തോർത്തായെക്കുറിച്ചാണ്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തണ്ടേ, അവിടെ സ്നേഹം, അവിടെ സന്തോഷം അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും, അതുപോലെ സഭയെക്കുറിച്ചുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി സമരസഭയ്ക്ക് ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ അവരുടെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയുമാണ്. ഇതുകൂടാതെ കർത്താവ് 7 കാരണങ്ങൾ പറയുന്നത് നമുക്കൊക്കെ വേണ്ടിയാണ്. ആദ്യത്തെ കാരണം പറയുന്നത്, ഇന്നത്തെ ആധുനിക ചിന്താഗതി, ആധുനികരുടെ മൂടുപടമണിഞ്ഞ തിന്മയുടെ പ്രവർത്തനങ്ങൾ, അതിനെ പത്താംബിയസ് മാർപ്പാപ്പ അപലപിച്ചിട്ടുണ്ട്, വളരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രഭാവം ഇന്നത്തെ തലമുറയിൽ കൂടിക്കൂടി വരുന്നു. കർത്താവ് അതുകൊണ്ടായിരിക്കണം ആദ്യം പറഞ്ഞ കാരണം, ഈ ആധുനികതയുടെ മുഖംമൂടി അടിഞ്ഞ തിന്മയുടെ പ്രവർത്തനത്തിന് എതിരായി ഒരു ശക്തി. ഇത് വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ദൈവികമായിട്ടുള്ള വിശ്വാസം, കുദാശകളിലുള്ള വിശ്വാസം, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, ഇങ്ങനെ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ ആ ആധുനികതയുടെ മുഖംമൂടി അടിഞ്ഞ തിന്മ ചോദ്യം ചെയ്യുന്നു. ഇത് വായിച്ചപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്ന മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള തിരുവചനത്തിൽ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്ന ഭാഗങ്ങൾ കേട്ട് ഈശോ പറയുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ പിതാവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. കാരണം അങ്ങ് ഇതെല്ലാം വിവേകമതികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് പ്രകടമാക്കി. അതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. ഈ വിജ്ഞാനികൾക്കും അറിവുള്ളവർക്കും മറച്ചു വെച്ചത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു സത്യമാണ് മരിയ വാൾത്തോർത്തായുടെ ആ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ കൂടി പറയുന്നത്. അതിനെ തന്നെയാണ് ഇവിടെ ആധുനികതയുടെ മുൻമൂടി എന്ന് പറയുന്നത്. ആ മറച്ചു വെക്കപ്പെട്ടവരുടെ അറിവും ജ്ഞാനവും, അതിൻ്റെ പരിധി അവർ സ്വയം ദൈവത്തെയും മറ്റ് ദൈവങ്ങളെയും കണ്ടുകിട്ടുന്ന ആ ഒരു പ്രവണത, അതിലുള്ള അപകടം, അതൊക്കെയാണ് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം മുതലും നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ചുവന്ന സർപ്പം. അത് ആ സ്ത്രീയെയും സ്ത്രീയിൽ നിന്ന് പിറന്ന മകനെയും കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുന്നു. അത് 1/3 നക്ഷത്രങ്ങളെ പാതാളത്തിലേക്ക് തള്ളിയിട്ടു. എന്നിട്ടും അത് നശിപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നു. ഈ ഭാഗത്ത് തന്നെ നമ്മൾ മറ്റൊന്നും കാണുന്നുണ്ട്. സ്വർഗദൂതൻ തുറന്ന സുവിശേഷവുമായി അതിൻ്റെ പ്രകാശം ഈ ലോകത്തിലേക്ക്, ആ ചുവന്ന സർപ്പത്തിൻ്റെ 7 തലയുള്ള, ഓരോ തലയിലും കിരീടമണിഞ്ഞ 10 കൊമ്പുള്ള അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും തീർച്ചയായും അതിലൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സാവകാശമാണ് ഈ ബുക്കിൽ കൂടി ഈശോ നമ്മളിൽ നിന്ന്
ആഗ്രഹിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം തന്നെ 22-ാം അധ്യായം 11-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവർ, അനീതി പ്രവർത്തിക്കുന്നവർ അങ്ങനെ തന്നെ ഇനിയും തുടരട്ടെ. പാപക്കറ പുരണ്ടവർ അവരങ്ങനെ തന്നെ ഇനിയും തുടരട്ടെ. അതുപോലെ നീതി പ്രവർത്തിക്കുന്നവർ ഇനിയും നീതിയിൽ വളരട്ടെ. വിശുദ്ധര് കൂടുതൽ വിശുദ്ധരാവട്ടെ. ഈ രണ്ട് സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു. നമുക്ക് അതിനോട് ഈ ആധുനികമായിട്ടുള്ള ചിന്താഗതി, നശിപ്പിക്കുന്ന ചിന്താഗതി ഒരുപക്ഷെ ഇന്നത്തെ യുവതലമുറയെയും എല്ലാം കൂടുതൽ കാർന്നു നിന്ന വളരെ അപകടകരമായിട്ടുള്ള, പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ പ്രയാസമുള്ള ആ അപകടത്തെയാണ് കർത്താവ് ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് തിരിച്ചറിവിനുള്ള ശക്തി തരാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയുന്ന കാരണം, സുവിശേഷത്തോടും യേശുക്രിസ്തുമായി ബന്ധപ്പെട്ട സകലതിനോടും പുരോഹിതരിലും വിശ്വാസികളിലും സ്നേഹവും പ്രത്യാശയും വളർത്തുക എന്നതാണ്. ഇവിടെ കർത്താവ് ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയാണ് ഈ ലോകത്തിലേക്ക് രക്ഷകനെ കൊണ്ടുവന്നത്. ആ രക്ഷകനിലേക്കുള്ള നമ്മുടെ യാത്രയും പരിശുദ്ധ അമ്മയിൽ കൂടി, അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടി, അമ്മയുടെ ശക്തമായ ഇടപെടൽ കൂടി, അങ്ങനെ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും ഈ രചനയിൽ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാരണമായി ഈശോ പറയുന്നത്, വൈവിധ്യമുള്ള ആത്മാക്കളെ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് നൂറുകണക്കിന് അങ്ങനെയുള്ള ആത്മാക്കളെ ഈശോ രക്ഷിച്ചതുപോലെ ആധ്യാത്മിക പരിശീലകർക്കും ഉപദേശകർക്കും അതേ മാർഗത്തിൽ കൂടി ധാരാളം ആത്മാക്കളെ നേടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഒരു നീതിമാനോട് പ്രവർത്തിക്കുന്ന പോലെ അല്ല ഒരു പാപിയെ ഒരു ആത്മീയ ഗുരു നയിക്കേണ്ടത്. വിഭിന്നമായിരിക്കും. ജോണിനോട് ഇടപെട്ടതുപോലെ അല്ല മരിയ വാൾത്തോർത്തയോട് ഇടപെടുന്നത്. മഗ്ദലന മറിയത്തോട് ഇടപെടുന്നത് മറ്റൊരു രീതിയിൽ. അപ്പം ഇങ്ങനെ വിഭിന്നമായ കഥാപാത്രങ്ങൾ കൂടി നമ്മളെ, പ്രത്യേകിച്ച് ഈ ആത്മീയ ശുശ്രൂഷയിലുള്ള ഉപദേശകരായിട്ടുള്ളവർക്ക് കടുംപിടുത്തം കൂടാതെ വളരെ തുറന്ന മനസ്സോടുകൂടി ആത്മാക്കളെ ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തിയാണ് കർത്താവ് ഈ രചനയിൽ കൂടി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നാലാമത്തെ കാരണം പറയുന്നത്, മനുഷ്യപുത്രനോടും അതുപോലെ പരിശുദ്ധ അമ്മയോടും ഉള്ള തുറവിയുടെ മനോഭാവം. നമുക്കറിയാം, രണ്ടാമത്തെ ആദവും ഹവ്വായുമാണ് ഈശോയും മേരിയും. ആദ്യത്തെ ഹവ്വായും ആദ്യത്തെ ആദവും അവർ കൃപ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്, ഒരവസരത്തിലാണ്, ഒരു പരിസ്ഥിതിയിലാണ് അവർ ജീവിച്ചത്. അതുപോലെ അവരിലും കൃപയുടെ നിറവുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ പാപപ്രവൃത്തിയിൽ കൂടി പറുദീസ അവർക്ക് നഷ്ടമായി. ഈശോയും മറിയവും ജീവിച്ചത് കൃപ നിറഞ്ഞ ലോകത്തിലല്ല, കൃപ നഷ്ടപ്പെട്ട, പറുദീസ നഷ്ടപ്പെട്ട ലോകത്തിലാണ്. പക്ഷെ അവരിലെ കൃപയുടെ നിറവ് രണ്ടുപേരിലും ഉണ്ടായിരുന്നു. അവര് ആ കൃപ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടി അവരുമായിട്ട് സഹകരിക്കുന്നവരിലെ പൂർണ്ണമായിട്ട് അത് കൊടുക്കുവാൻ വേണ്ടിയാണ്. ആ ഉദ്ദേശവും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഈശോയിൽ കൂടി മറിയത്തിൽ കൂടി നമ്മൾ ആ കൃപയുടെ ചാലിൽ കൂടി മുമ്പോട്ട് പോകുവാനുള്ള ആ വലിയ അനുഗ്രഹം. അഞ്ചാമത്തെ കാരണമായി കർത്താവ് പറയുന്നത്, പീഡാസഹനവും അതിൻ്റെ ആഴവും അതിൻ്റെ പുറകിലുള്ള സ്നേഹവും. അങ്ങനെ സഹന ആത്മാക്കൾക്ക് കർത്താവിൻ്റെ പീഡാസഹനം, കർത്താവിൻ്റെ കുരിശുമരണം, അതിൽ കൂടി രക്ഷയിലേക്ക് ഉയരുന്നത്. നമുക്കറിയാം, സഹനങ്ങൾ നിറഞ്ഞ
ഒരു ജീവിതമാണ് പ്രത്യേകിച്ച് ഈശോയുടെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് വരുന്നത്. അതിൻ്റെ ആഴത്തിലുള്ള ആ പ്രത്യാശ, അതെല്ലാമാണ് കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നതും നമുക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകുന്നതും. ആറാമതായി കർത്താവ് നമ്മളോട് പറയുന്നത് വചനത്തിൻ്റെ ശക്തി. വചനം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ സന്മനസ്സിനെ ആശ്രയിച്ചാണ് ഫലങ്ങൾ. ആ വിശുദ്ധര് പറയുന്നത് പോലെ നമുക്കറിയാം, വചനം അത് നമ്മളിൽ വളരുകയാണ്. നമ്മുടെ മനോഭാവത്തിൽ കൂടി വചനത്തിൻ്റെ ശക്തി നമ്മൾ വളരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിൻ്റെ ആ വളർച്ച ഓരോ ഫലം പുറപ്പെടുവിക്കുന്ന ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയിലും അത് ആഴത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ഈ ഫലത്തിലേക്കുള്ള ഒരു നടപ്പ് അതും ഈ ഗ്രന്ഥത്തിൽ കൂടി കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഏഴാമതായി കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യൂദാസിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ പതനം. ദൈവത്തോട് ചേർന്ന് നിന്ന് അതുകൊണ്ട് മാത്രം ഒരു വ്യക്തി രക്ഷ പ്രാപിക്കണമെന്നില്ല. കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തോട് എത്രമാത്രം സഹകരിക്കുന്നു, അതിലാണ്. കർത്താവിനോട് ചേർന്ന് നിന്നാലും മറ്റ് ഉദ്ദേശങ്ങളാണ് ഉള്ളിലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പർദീസ അനുഭവം നിരസിക്കപ്പെടാം. ഈ ഒരു അനുഭവം ശക്തമായിട്ട് നമ്മളോട് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ കർത്താവിൻ്റെ മനോഭാവം, യേശുവിനുണ്ടായിരുന്ന ആ മനോഭാവം സ്വീകരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ. അപ്പം അതിനും നമ്മൾ പള്ളിയോട് ചേർന്ന് അങ്ങനെയുള്ളൊരു ഇത് സ്വർഗരാജ്യത്തിൻ്റെ ഗ്യാരണ്ടി അല്ല. അതേസമയം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലവരും ദൂരെ നിൽക്കുന്നവർ പോലും രക്ഷയിലേക്ക് നടന്നെടുക്കുന്നത്. ഈ രണ്ടിൻ്റെ വ്യത്യാസമാണ് കർത്താവ് യൂദാസിൻ്റെ പതനത്തിൽ കൂടി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.